ട്രേഡിംഗ് ടാറ്റിക്സിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ലൈവ് ട്രേഡ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് 26-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഇന്ന് പോരാത്തതിൻ്റെ എക്സ്പയറി ഡേയും കൂടിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യാം, ലണ്ടൻ സെക്ഷനും ഏകദേശം ന്യൂയോർക്കും മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബെറ്റർ ആയിട്ട് ഒരു മീഡിയം ടേം ട്രേഡ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ചാർട്ടിൽ പോവാം. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് സെറ്റപ്പ് കണ്ടിട്ട് നേരെ ട്രേഡിലേക്ക് എൻ്റർ ആവാം. ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് മാർക്കറ്റ് എക്സ്പയറി ഡേ ആണ്. ഇന്ന് ഒരുപാട് മൂവ്മെൻറ്റ്സ് മാർക്കറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നലെ മാർക്കറ്റിൽ എടുത്തത് GBP NSTയിൽ തന്നെയായിരുന്നു. ഈ ഏരിയ മാർക്കറ്റിൽ എൻ്റർ ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ വെച്ച് നമ്മൾ എക്സിറ്റ് അടിച്ചു. നമ്മളൊരു 66 പിപ്പിൻ്റെ അടുത്ത് ഇന്നലെ ഈ ട്രേഡ് നമുക്ക് ഇന്നലെ കിട്ടുകയും ചെയ്തു. സെയിം പെയറിൽ സെയിം സെറ്റപ്പ് തന്നെയാണ്. ഇന്ന് ഈ ലോയും കൂടി മാർക്കറ്റ് ഈ ലിക്വിഡിറ്റിയും ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പോൾ GBP NST നമ്മുടെ സപ്പോർട്ട് സോണിനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം മാർക്കറ്റ് ഇവിടുന്ന് ഒരു 18 പിപ്പിൻ്റെ അടുത്ത് മൂവ് ചെയ്തു. എന്നാലും നമ്മൾ മാർക്കറ്റിൽ എൻട്രി ആവാം. മാർക്കറ്റിൽ നമ്മൾ ബൈ പൊസിഷൻ എടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴെ ഏകദേശം TP നമ്മൾ ഏകദേശം ഒരു 69-70 പിപ്പിൻ്റെ അടുത്ത് ഒരു TP ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് NST CAD ഇപ്പോൾ NST CADും സിമിലർ സെറ്റപ്പ് തന്നെ. NST CAD റിവേഴ്സിലായിരിക്കും. NST CAD ലേറ്റ് എൻട്രി ആയാലും നമുക്കൊരു സെൽ ഓർഡർ എടുക്കാം. നമുക്ക് TP കുറച്ചുകൂടി താഴെ ഈ സപ്പോർട്ട് സോണും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വരുന്നുള്ളൊരു അനലൈസിങ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഏകദേശം ഈ ഒരു സപ്പോർട്ട് സോണിലേക്ക് മാർക്കറ്റ് 34 പിപ്പിലേക്ക് ആ ഒരു TP നമുക്ക് ഫിക്സ് ചെയ്യാം. NST USD NST CADിൻ്റെ പോലെ സിമിലർ സെറ്റപ്പ് തന്നെ. പക്ഷേ എൻട്രി നമുക്ക് കുറച്ച് ലേറ്റ് ആയി മാർക്കറ്റ് മുകളിലോട്ട് വരികയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് വീണ്ടും ഈ മാർക്കറ്റിലേക്ക് ഒന്ന് കയറിക്കൂടാം. ഓക്കെ, അപ്പോൾ 2 ട്രേഡ് റണ്ണിങ് ആണ്. നമുക്ക് അടുത്ത സെറ്റപ്പ് ഒന്ന് കണ്ടെത്തുന്ന വരെ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. NST USDയിൽ സെല്ലും എടുക്കുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് മുകളിലോട്ട് പോകും. ഏകദേശം ഈ ലോവിനോടടുത്ത് 30 പിപ്പിൻ്റെ അടുത്തേക്ക്. അപ്പോൾ 4 ട്രേഡ് റണ്ണിങ് ആണ്. GBP NST ഒന്ന് നോക്കി നോക്കാം. GBP NST ഒന്നുകൂടിയും താഴോട്ട് വരും. GBP NST ഒന്നുകൂടി താഴോട്ട് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ബൈ എൻട്രി എടുക്കാം. CHFലും നമ്മൾ സെൽ എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മൾ TP ഏകദേശം ഈ ഒരു ഏരിയയിൽ ഫിക്സ് ചെയ്യാം, 22 പിപ്പ്. അപ്പോൾ നമ്മൾ 5 ട്രേഡ് എടുത്തിട്ടുണ്ട്. AUD USDയിൽ നമുക്കൊരു എടുക്കാം. ഞാനൊരു ഈ ഏരിയയ്ക്ക് മാർക്കറ്റ് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. കാരണം ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് മുകളിലേക്ക് ഒന്ന് വന്ന പക്ഷേ മാർക്കറ്റ് റിവേഴ്സിലാണ്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. മാർക്കറ്റ് ഒരു $26 26 പിപ്പിൽ ട്രേഡ് എടുത്താൽ സ്കാൽപ്പിങ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് 3-4 കറൻസി പെയറുകളുടെ ഒരു ഓവറോൾ മൂവ്മെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്കാൽപ്പ് ചെയ്യാം. സ്കാൽപ്പ് മാത്രമല്ല, ഒരു മീഡിയം ടൈം ട്രേഡിങ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് NSTയുടെ മൂവ്മെൻറ്റ്, GBPയുടെ മൂവ്മെൻറ്റ്, CADിൻ്റെ മൂവ്മെൻറ്റ്, ഓസ്ട്രേലിയ 4 കറൻസികളുടെ മൂവ്മെൻറ്റിലാണ് ഈ 4 ട്രേഡ് എടുത്തത്. അതിൻ്റെ ഇടയിൽ USD കുറച്ച് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. NST USDയും AUD USDയിലും നമ്മൾ ട്രേഡ് എടുത്തു. ഇപ്പോൾ നമ്മളിപ്പോൾ 6 ട്രേഡ് റണ്ണിങ് ആണ്. അതിലിപ്പോൾ എടുത്ത AUD USD ഒരു $8 നഷ്ടത്തിലാണ്. അതുപോലെ ഫസ്റ്റ് എടുത്ത GBP NST ഇന്നലെ എടുത്ത സെയിം ഒരു പൊസിഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ എൻട്രി എടുത്തത്. അത് ഇന്നലെ ഒരു 66 പിപ്പാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ഏകദേശം ഒരു 20 പിപ്പ് 69 പിപ്പ് ആ റേഞ്ചിലേക്ക് നമ്മളൊന്ന് ആ ട്രേഡിനെ കൺവേർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ട്രേഡ് എല്ലാം കൂടി വിചാരിച്ച പൊസിഷനിലേക്ക് തന്നെ വരും. AUD NST ഞാൻ ഈ ഒരു ഏരിയ വന്നിട്ട് മാർക്കറ്റ് ഇവിടെ വന്നാൽ നമുക്കൊരു ബെറ്റർ എൻട്രി എടുക്കാമെന്നുള്ള മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇരുന്നായിരുന്നത്. പക്ഷേ AUD റിവേഴ്സിൽ തരാണ്. ഓൾറെഡി USDയുടെ എല്ലാ പേഴ്സും ഇപ്പോൾ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എടുക്കാൻ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മുടെ എൻട്രി എടുക്കാൻ ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു 96-98 പിപ്പിൻ്റെ അടുത്ത് ട്രേഡ് എടുക്കുന്നത്. പക്ഷേ നമ്മുടെ എൻട്രി 20 പിപ്പ് ലേറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ TP 70 പിപ്പിൽ ഒതുങ്ങി.
നമ്മളിപ്പോൾ 6 ട്രേഡ് എടുത്തിട്ടുണ്ട്. 6 ട്രേഡും ഗ്രീനിൽ തന്നെയാണ്. GBP NST മാത്രമാണ് സീറോയിൽ നിൽക്കുന്നത്. GBP NST എന്തായാലും മുകളിലോട്ട് വരും, നമുക്ക് കോൺഫിഡൻ്റ് ആണ്. നമുക്ക് ഇന്നലെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് CHF JPY ഒന്ന് നോക്കിയത്. എന്നാലും CHF JPYയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി താഴോട്ട് വന്നു. വീണ്ടും കുറേ കൺസോളിഡേഷന് ശേഷം നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് മാർക്കറ്റ് എക്സിറ്റ് അടിച്ചു പോയി. അതിനുശേഷം മാർക്കറ്റ് മുകളിൽ പോയി നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് റീട്രേസ് ചെയ്തു. വീണ്ടും ഏരിയ വന്നു. അതിനുശേഷം ന്യൂയോർക്ക് സെക്ഷനിൽ മാർക്കറ്റ് നമ്മൾ വിചാരിച്ച പോലെ അപ് ട്രെൻഡിലേക്ക് പോയി. നമുക്കിപ്പോൾ നമ്മൾ എടുത്ത ട്രേഡുകളൊക്കെ നോക്കാം. ഇപ്പോൾ GBP NST $60 പ്രോഫിറ്റിലാണ്. NST CAD $3. NST CAD റിവേഴ്സിലാവുന്നുള്ളൂ. NST AUD CAD മാർക്കറ്റ് വീണ്ടും പോയി. മാർക്കറ്റ് നമ്മൾ അനലൈസ് ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട്. $8 നഷ്ടത്തിലാണ്. NST USD നമ്മൾ $6 പ്രോഫിറ്റിലാണ്. മാർക്കറ്റ് ഇപ്പോഴും നമ്മുടെ പൊസിഷൻ വന്നിട്ടില്ല. NST CHF ഏകദേശം ഒരു $79-78 പ്രോഫിറ്റിലാണ്. ഇനിയും താഴോട്ട് വരും. AUD USD റിവേഴ്സിലായിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു പെയർ കൂടി നോക്കുന്നത് CHF JPY ആണ്. എല്ലാ ട്രേഡും നമ്മൾ ഗ്രീനിലേക്ക് വന്നിട്ടുണ്ട്. CHF JPY ഇപ്പോഴും നമുക്കൊരു പിടുത്തം തരാതെ വീണ്ടും മുകളിലോട്ട് പോവുകയാണ്. പക്ഷേ എൻട്രി എടുത്താലോ എന്ന് ആലോചിച്ചു. പക്ഷേ അത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 6 ട്രേഡ് റണ്ണിങ് ആണ്. AUD CHF നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ലെവലിനോട് അടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം $200-203 പ്രോഫിറ്റിലാണ്. കുറച്ചുകൂടി താഴോട്ട് വരുമ്പോൾ നമുക്ക് നേരെ ട്രേഡ് ക്ലോസ് ചെയ്യാം. ഏകദേശം 203. വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ആ TP ഹിറ്റ് ചെയ്യുന്നതൊന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, NST CHF നമ്മുടെ TPയോട് എടുക്കുകയാണ്. $210 അടുത്തായിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് $234 ഏകദേശം $211 നമ്മളവിടെ ട്രേഡ് ക്ലോസ് ചെയ്യാണ്. ഇനി പെട്ടെന്നൊരു ക്യാൻഡിൽ വിക്ക് പോലെ ഫോം ചെയ്തിട്ടൊരു 2-3 ക്യാൻഡിൽ പറഞ്ഞൊരു ഈ റീട്രേസ് ഈ സപ്പോർട്ട് സോണിൻ്റെ റിയാക്ഷൻ കൊണ്ട് ചിലപ്പോൾ 1-2 വിക്കോ ഫോം ചെയ്ത് ക്യാൻഡിൽസ് 3 പ്രിന്റ് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് മേ ബി താഴോട്ട് പോവുക. നമ്മൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കൺഫേം ആയ ഒരു സ്ഥലത്ത് ഒരു അടിപൊളി ട്രേഡ് എടുത്തു. അതേപോലെ തന്നെ അടിപൊളി ഒരു എക്സിറ്റ് എടുത്തിട്ടാണ് നമ്മൾ മാർക്കറ്റിന് പോകുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ TPയോട് എടുത്ത് $221 NST CHF ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാണ്. ബാക്കി 5 ട്രേഡും റണ്ണിങ് ആണ്. 5 ട്രേഡും നമ്മൾ ഗ്രീനാണ്. അപ്പോൾ ബാക്കിയുള്ള ട്രേഡൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണുപിടിച്ചിട്ട് വരാം. NST CAD റിവേഴ്സ് തന്നിട്ട് $41 പ്രോഫിറ്റിലാണ്. AUD CAD കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഡയറക്ഷനിലേക്ക് $18 പ്രോഫിറ്റിൽ വന്നേക്കാണ്. NST USD റിവേഴ്സിൽ തന്നു തുടങ്ങി ഏകദേശം $60 പ്രോഫിറ്റിലാണ്. AUD സ്ട്രഗിളിന് ശേഷം വീണ്ടും താഴോട്ട് വരികയാണ്. ഓക്കെ, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാം. EBP AUD GBP NSTയുടെ കൂടെ നമ്മൾ എടുക്കാൻ വിചാരിച്ച ട്രേഡായിരുന്നു. പക്ഷേ മാർക്കറ്റിൽ ഒന്ന് റിവേഴ്സിലായിപ്പോയി. ഓക്കെ, മാർക്കറ്റ് ഒന്നുകൂടി താഴോട്ട് വന്നു. കുറച്ചുകൂടി നമുക്ക് ആക്സെപ്റ്റബിളായ ഒരു ചീപ്പ്നെസ്സിൽ കിട്ടുമ്പോൾ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പോയി ഒരു 30-33 ടിപ്പിൻ്റെ ഒരു ട്രേഡ് നമുക്ക് ഈ ഏരിയയിൽ വെച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ GBP AUD നമുക്ക് നോക്കാം. CHF JPY നമ്മൾ വിചാരിച്ച പോലെ തിരിച്ചു വരുന്നുണ്ട് മാർക്കറ്റിലേക്ക്. GBP AUDയിൽ എങ്ങനെയായാലും ഒന്ന് കയറിക്കൂടാ. GBP AUDയിൽ നമ്മൾ ബൈ എൻട്രി എടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് കുറച്ചധികം ആളോട്ട് വയ്ക്കാം. കാരണം ഇതൊന്നും ഈ ഏരിയ ഒന്നുമല്ല നമ്മൾ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ, കാരണം വൈഡർ സ്റ്റോപ്പ് ലോസ് ആണ്. എന്നാലും GBP AUD GBP NSTയുടെ പോലെ തന്നെ മുകളിൽ പോകാനുള്ള പോസിബിലിറ്റി ഉള്ള കാരണമാണ് നമ്മൾ ആ ട്രേഡിലേക്ക് കയറിയത്. ഏകദേശം ഒരു $28-187 ഒരു ട്രേഡാണ് ഇതിലെടുത്തത്. ഇപ്പോൾ 7 ട്രേഡ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രേഡ് നമ്മൾ NST CHF ആണ് തോന്നുന്നു നമ്മൾ ക്ലോസ് ചെയ്തു. CHF JPY മാർക്കറ്റ് ഇതുവരെ മുകളിലോട്ട് പോയി. പക്ഷേ മാർക്കറ്റ് അപ്പം തന്നെ തിരിച്ചു വന്നു. മാർക്കറ്റ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ സപ്പോർട്ട്, ഇങ്ങനെ ഒരു ലൈൻ വരച്ച് നമുക്ക് അവിടെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ട് നമുക്ക് അവിടെ കാണാം. പക്ഷേ മാർക്കറ്റ് ഒന്നുകൂടി താഴോട്ട് വന്നാലേ നമ്മൾ ഏകദേശം ഈ റേഞ്ചിലൊക്കെ എത്തിയാൽ തന്നെ നമ്മൾ മാർക്കറ്റിലേക്ക് എൻട്രി ആവാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും നോക്കി നോക്കാം. നമ്മളിപ്പോൾ ട്രേഡ് എടുക്കുന്നത് ഇപ്പോൾ ഇത് പ്ലാൻ A, ഇത് പ്ലാൻ B.
ഇനി മേ ബി മാർക്കറ്റ് ഓൾ ഓവർ ഇത് പോവാണെന്ന് വെച്ചെങ്കിൽ പ്ലാൻ സി. അങ്ങനെ 2 3 പൊസിഷൻസ് സെറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ ഇരിക്കാൻ. അല്ലാതെ ഞാൻ ഒരു സപ്പോർട്ട് വരച്ചിട്ട് ഈ ഏരിയ വന്നാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. എൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. ടൈറ്റ് സ്റ്റോപ്പ് ലോസ്. എല്ലാ ട്രേഡിനും 10 പിപ്പ് മാത്രമേ ഞാൻ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. അങ്ങനത്തെ ഒരു സംഭവങ്ങളും ട്രേഡിങ്ങിൽ ഇല്ല. നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ നോളജ് വെച്ചിട്ട് നമ്മളൊരു 3 പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിനനുസരിച്ച് മാർക്കറ്റ് ഷിഫ്റ്റ് ആവുന്നതനുസരിച്ച് മാർക്കറ്റിൽ നമ്മൾ കയറൊക്കെ വിടുക. അതേപോലെ നല്ല രീതിയിൽ എക്സിറ്റ് അടിച്ചും പോവുക. അതേപോലെ ലോസ് വരാന്ന് വെച്ചെങ്കിൽ ലോസ് ബുക്ക് അവർ മടി കാണിക്കരുത്. EBP AUDയിൽ ഒരു ബൈ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി താഴെ ഇട്ടിട്ടുള്ളത്. ഏകദേശം ഈ ഏരിയയിൽ നിന്ന് കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 45 കവർ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 45 പിപ്പിൻ്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് സോണിനെ സപ്പോർട്ട് സോണിനെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കൺസൾട്ട് 2-3 ക്യാൻഡിൽ പ്രിന്റ് ചെയ്ത ശേഷം മാർക്കറ്റ് ഈ ഒരു ലോയിലേക്ക് വരുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നില്ല. മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്യാം ഏകദേശം $100 പ്രോഫിറ്റാണ് NST CAD. പക്ഷേ മാർക്കറ്റ് ഇനിയും താഴോട്ട് വരാനുള്ള പ്രോബബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഈ രണ്ടാമത്തെ TPയിലേക്ക് വെയിറ്റ് ചെയ്യും. $39 $138 ക്ലോസ് ചെയ്യാം. അങ്ങനെ 6 മണിക്കൂറിന് ശേഷം നമ്മുടെ GBP NST നമ്മുടെ TPയോട് എടുക്കുകയാണ്. ഏകദേശം 77 പിപ്പിൻ്റെ അടുത്ത് ഏകദേശം നമ്മൾ ഈ ട്രേഡിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ TPയോടും കിട്ടുകയാണ്. അതുകൊണ്ട് നമ്മൾ $404 ട്രേഡ് ക്ലോസ് ചെയ്യുക. USD NST CADും നമ്മുടെ TPയോട് ഏറെക്കുറെ എടുക്കാറായിട്ട് നമുക്ക് ഓരോ ട്രേഡായിട്ട് ക്ലോസ് ചെയ്യാം. NST CAD നമ്മൾ എൻട്രി എടുത്ത് ഇവിടുന്നാണെങ്കിലും മാർക്കറ്റ് പോയി കുറച്ചേരം റോൾ ഓവർ ചെയ്ത് ന്യൂയോർക്ക് ഓപ്പൺ ആയപ്പോൾ മാർക്കറ്റിൽ നല്ല വോളിയം വന്ന് മാർക്കറ്റ് നമ്മൾ TPയോട് എടുക്കാൻ പോകണം. നമുക്ക് ഓരോ ട്രേഡായിട്ട് ക്ലോസ് ചെയ്യാം. 217 മാർക്കറ്റ് എന്തായാലും ഇതുവരെ പോവും. പക്ഷേ നമുക്ക് ഓരോ ട്രേഡായിട്ട് ക്ലോസ് ചെയ്യാം. ഏകദേശം $214 NST CAD നമ്മൾ ക്ലോസ് ചെയ്തു. NST USD 237 240 നമ്മൾ ആ ട്രേഡ് ക്ലോസ് ചെയ്തു. GBP AUDയിൽ ഒരു ട്രേഡ് നമ്മൾ ഏകദേശം ഈ ഒരു റെസിസ്റ്റൻസ് സോണിൽ എത്തുമ്പോൾ ക്ലോസ് ചെയ്യുക. അടുത്ത ട്രേഡ് ഏകദേശം നമുക്ക് ഇതുവരെ റൺ ചെയ്യിക്കാം. GBP AUDയിൽ ഇവിടെ നിന്ന് എൻട്രി എടുത്തുള്ള ട്രേഡ് ക്ലോസ് ചെയ്യാം. ഏകദേശം $106 ആ ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്തേക്കുന്നു. ഇൻ കേസ് മാർക്കറ്റ് ഇനിയും താഴോട്ട് വരികയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അധികം ക്ഷീണമില്ലാത്ത രീതിയിൽ നമുക്ക് ആ ട്രേഡ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ബാക്കി ഇപ്പോൾ 3 ട്രേഡാണ് റണ്ണിങ്. AUD CAD, AUD USD, GBP AUD. ഒരു ട്രേഡ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ന്യൂസ് റിലീസ് ഉണ്ടായിരുന്നു. ഒരു മിഷിഗൻ കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ന്യൂസ് ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് 5 മിനിറ്റ് ആയി കാണുള്ളൂ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് മാർക്കറ്റിൽ. നമ്മളൊരു ട്രേഡ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ ട്രേഡും ക്ലോസ് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഏറെക്കുറെ ട്രേഡ് ചെയ്യാനിരുന്നിട്ട് ഏകദേശം ഒരു 10 മണിക്കൂറിന് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഓരോ ട്രേഡായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ GBP AUD 58-60 നഷ്ടത്തിൽ $73 നഷ്ടത്തിൽ ട്രേഡ് ക്ലോസ് ചെയ്യാണ്. അതുപോലെ തന്നെ AUD CAD $33 അത് ക്ലോസ് ചെയ്യാം. ഏകദേശം നമ്മൾ ഓപ്പണിങ്ങിൽ നമ്മൾ $1,000 എത്തുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു 100% മേലെ റിട്ടേൺസ് ഈ ഒരു വീഡിയോ കൂടെ ഉണ്ടാക്കി. പൂര 100% മേലെ റിട്ടേൺസ് നമ്മൾ ഈ വീഡിയോ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് ഡേ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ട്രേഡിങ് ഇപ്പോൾ ഏകദേശം ഒരു 11 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം സമയം 8 മണിയോടെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡ് ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ AUD USD AUD CAD എന്തായാലും താഴോട്ട് വരും. കാരണം AUD USD ഡൗൺ സൈഡിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ ഇത്രയധികം സമയമായി വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ട്രേഡ് നമുക്ക് ഇവിടെ വെച്ച്